ഓൺലൈൻ പെൺവാണിഭ സംഘങ്ങൾ വീണ്ടും സജീവമാകുന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന ടൂറിസം മേഖല വീണ്ടും ഉണർന്നതോടെയാണ് ലൊക്കാൻഡോ പോലുള്ള വെബ്സൈറ്റുകളിൽ ഓൺലൈൻ പെൺവാണിഭ സംഘങ്ങൾ സജീവമായിരിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ ഓൺലൈൻ ലൊക്കാൻഡോ ക്ലാസിഫൈഡ് വെബ്സൈറ്റ് ആണെന്ന് തോന്നും. എന്നാൽ ഇതിനുള്ളിൽ നടക്കുന്നത് പെൺവാണിഭമാണ്. കൊച്ചിയിലായിരുന്നു പ്രധാന കേന്ദ്രമെങ്കിലും കോവളം, വർക്കല, തേക്കടി, മൂന്നാർ അടക്കമുള്ള എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും ലൊക്കാൻഡോ വഴി പെൺവാണിഭം നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. പെൺവാണിഭ സംഘങ്ങൾക്ക് ആവശ്യമായ പ്രൊമോഷൻ നൽകുകയാണ് വെബ്സൈറ്റ് ചെയ്യുന്നത്. ഓരോരോ സിറ്റി കേന്ദ്രീകരിച്ച് പേജുകളും ഉണ്ട്. കേരളത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ലൊക്കാൻഡോ കേന്ദ്രീകരിച്ച് വിപണനം നടത്തിയിരുന്ന 20-ലധികം പെൺവാണിഭ സംഘങ്ങളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അവസാനത്തേത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപം വാടക വീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സംഘത്തെയാണ്. ടൂറിസം കേന്ദ്രങ്ങൾ കൂടാതെ പ്രമുഖ ആശുപത്രികൾക്കും തീർത്ഥാടന കേന്ദ്രങ്ങൾക്കും സമീപമുള്ള ഫ്ളാറ്റുകളും വീടുകളും വാടകയ്ക്കെടുത്തും ഈ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ പ്രായത്തിലുള്ള സ്ത്രീകളുടെ ഫോട്ടോ സഹിതം വെബ്സൈറ്റിൽ നിരവധി പരസ്യങ്ങളാണ് ദിനംപ്രതി പ്രസിദ്ധീകരിക്കുന്നത്. ഇതോടൊപ്പം നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മറ്റൊരു നമ്പറിൽ നിന്ന് തിരികെ വിളിക്കുന്നതാണ് ഇവരുടെ രീതി. വിളിക്കുന്നയാളിന്റെ ആവശ്യം തിരക്കിയ ശേഷം വിവിധ പ്രായത്തിലുള്ള സ്ത്രീകളുടെ ചിത്രങ്ങൾ വാട്സപ്പിലും ഇമെയിലുമായി അയക്കുകയും ഇതുവഴിയാണ് ഓരോ ഇടപാടുകളും നടക്കുന്നത്. ചെറിയ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പേജുകളുള്ള ലൊക്കാൻഡോ പോലുള്ള വെബ്സൈറ്റുകളുടെ പ്രധാന സന്ദർശകരിലേറെയും പ്രവാസികളാണെന്നാണ് വിവരം. ഈ വെബ്സൈറ്റിൽ നൽകുന്ന മിക്ക നമ്പറുകളിലേക്കും പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വിളികൾ വരാറുണ്ടെന്നും കേരളത്തിലെ സിനിമ, സീരിയൽ, ആൽബം നടിമാരാണ് എന്ന പ്രൊഫൈൽ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഇടപാടുകൾ നടക്കുന്നത് എന്നുമാണ് വിവരം. തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും IT പാർക്കുകൾ കേന്ദ്രീകരിച്ചും ഈ വെബ്സൈറ്റുകളിൽ പരസ്യം വരാറുണ്ട്. അതേസമയം ലൊക്കാൻഡോ രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ലാസിഫൈഡ് പോർട്ടൽ ആയതിനാൽ പോലീസിനും പരിമിതികളുണ്ട്. പോസ്റ്റുകളും മൊബൈൽ നമ്പറുകൾ നൽകുന്നവർ എവിടെ നിന്നാണെന്ന് അന്വേഷിക്കാൻ മാത്രമാണ് പോലീസിന് സാധിക്കുക എന്നാണ് അധികൃതരുടെ വിശദീകരണം. സംസ്ഥാനത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ പഞ്ചകർമ്മ സെന്ററുകൾ എന്ന ലേബലിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളിലെ പ്രധാന ഇടപാടുകാർ രാഷ്ട്രീയ, പോലീസ് തലങ്ങളിലെ ഉന്നതർ ആയതിനാൽ ഇവർക്കെതിരെയൊന്നും യാതൊരു നടപടിയും എടുക്കില്ല. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണത്തിനായി ശരീരം വിൽക്കാൻ ഇറങ്ങുന്നവരെ പിടികൂടി പീഡിപ്പിക്കുമെന്ന് മാത്രമല്ല, സർവമാന മാധ്യമങ്ങളിലും ഫോട്ടോയുൾപ്പെടെ വാർത്ത കൊടുത്ത് മിടുക്ക് കാട്ടുകയും ചെയ്യും. i2i News, an eye for truth.